യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥനായാത്രയുടെ 8-ാം ദിവസമാണ്. ഒരു വലിയ മല കയറുന്നതുപോലെ പകുതി ദൂരം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ യാത്രയുടെ ഇടയിൽ നമ്മൾ തളർന്നു പോകാറുണ്ട്. ഇനി എത്ര ദൂരം കൂടി എന്ന് നമ്മൾ സ്വയം ചോദിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ 6-ാം മണിക്ക് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ തളർച്ചയെ ബലമാക്കി മാറ്റാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഇത് കേവലം ഒരു വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി നിൽക്കാൻ ദൈവം ഒരുക്കിയ ഒരു സമാധാനത്തിന്റെ ഇടമാണ്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം മറ്റെല്ലാം മറന്ന് നിങ്ങളുടെ ഫോൺ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് ഈ വചനത്തിനായി കാതോർക്കുക. നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഹൃദയഭേദകമായ സങ്കടങ്ങൾ ഞാൻ കാണുകയായിരുന്നു. 3 കോടിയുടെ വലിയ കടഭാരത്തിൽ ഉഴലുന്നവർ, കോടതി കേസുകളിലും ജപ്തി ഭീഷണിയിലും പെട്ട് വീട് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നവർ, 35 വർഷമായി വാടക വീട്ടിൽ കഴിഞ്ഞ് സ്വന്തമായൊരു കൂരയ്ക്കായി കണ്ണീരോടെ കാംക്ഷിക്കുന്നവർ, ഇങ്ങനെ എത്രയോ പേർ. കൂടാതെ രോഗത്തിന്റെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് മമ്മിയുടെ വിട്ടുമാറാത്ത തലകറക്കം മാറാനാഗ്രഹിക്കുന്ന മകൾ, ഭർത്താവിന്റെ കാലിലെ മുറിവ് ശസ്ത്രക്രിയ കൂടാതെ സുഖപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ഭാര്യ, തന്റെ പിഞ്ചുകുഞ്ഞിന്റെ കണ്ണിന് ബാധിച്ച് മയസ്ഥേനിയ എന്ന രോഗത്തിൽ നിന്ന് വിടുതൽ തേടുന്ന മാതാപിതാക്കൾ. ഇവരുടെ എല്ലാം നിലവിളികൾ ഇന്ന് നമ്മൾ ഒരൊറ്റ ഹൃദയമായി ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യമാണ്. മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനല്ല. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലുണ്ട്, പക്ഷേ ദൈവത്തിന്റെ നിഘണ്ടുവിലില്ല. നിങ്ങൾ ഇന്ന് നേരിടുന്ന 3 കോടിയുടെ കടബാധ്യതയോ, വർഷങ്ങളായി നിലനിൽക്കുന്ന കോടതി കേസുകളോ, മകളുടെ 47-ാം വയസ്സിലെ വിവാഹ തടസ്സമോ മനുഷ്യർക്ക് അസാധ്യമായി തോന്നാം. എന്നാൽ എല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു ജീവിത സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് നഴ്സായി ജോലി ചെയ്തിരുന്ന ഒരു സഹോദരി തന്റെ സമ്പാദ്യമെല്ലാം ചേർത്ത് നാട്ടിൽ ഒരു വീട് പണിയാൻ തുടങ്ങി. എന്നാൽ പണി പകുതിയായപ്പോൾ സാമ്പത്തികമായ വലിയ ചതിയിൽ അവർ അകപ്പെട്ടു. പണി പൂർത്തിയാക്കാൻ കഴിയാതെ ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. ഒപ്പം മകൾക്ക് ഗുരുതരമായ ഒരു രോഗവും ബാധിച്ചു. ആ സഹോദരിക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. അവർ ആകെ തകർന്നുപോയി. ഒരു ദിവസം അവർ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ, മനുഷ്യർ പറയുന്നു ഇത് അസാധ്യമാണെന്ന്. ഇനി നീ മാത്രം മതി എനിക്ക്. അത്ഭുതമെന്നു പറയട്ടെ, ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വലിയൊരു തുക ബോണസായി ലഭിച്ചു. ആ തുക കൊണ്ട് അവർക്ക് കടം വീട്ടാനും വീടു പണി തീർക്കാനും മകളുടെ ചികിത്സ നടത്താനും സാധിച്ചു. ആ സഹോദരി ഇന്ന് സാക്ഷ്യം പറയുന്നത് ഇതാണ്: നമ്മൾ തോറ്റു എന്ന് ലോകം കരുതുമ്പോൾ ദൈവം നമുക്കായി അപ്രതീക്ഷിതമായ വഴികൾ തുറക്കും. നമ്മുടെ ഇടയിലും ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്നവരുണ്ടല്ലോ. 35 വർഷത്തെ വാടക ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറാൻ കൊതിക്കുന്നവർ, വസ്തു വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർ. അവർക്കെല്ലാം ദൈവം ഒരു വഴി തുറന്നു നൽകും. ഗൾഫിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കും, IELTS പരീക്ഷ എഴുതുന്നവർക്കും, BSc നഴ്സിംഗ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കൾക്കും വേണ്ടി നമ്മൾ ഇന്ന് ഒരുമിച്ച് അപേക്ഷിക്കുന്നു. പരീക്ഷയെക്കുറിച്ചുള്ള ഭയവും നെഗറ്റീവ് ചിന്തകളും ഇന്ന് വചനത്തിന്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. 10-ാം ക്ലാസ്സിലും +2-വിലും പഠിക്കുന്ന മക്കൾക്ക് മികച്ച വിജയം ദൈവം നൽകട്ടെ. കുടുംബത്തിലെ അശാന്തികൾ കാരണം സമാധാനം നഷ്ടപ്പെട്ടവർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മകളും മരുമകനും തമ്മിലുള്ള പിണക്കം മാറാൻ, ഭർത്താവിന്റെ പുകവലിയും മദ്യപാനവും നീങ്ങാൻ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മക്കൾ മടങ്ങി വരാൻ നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാത്രികളിൽ അശ്ലീല സ്വപ്നങ്ങൾ കണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നവർക്ക് ആ മാനസിക ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ 8-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മനുഷ്യർക്കസാധ്യമായത് അങ്ങേയ്ക്ക് സാധ്യമാണല്ലോ.
3 കോടിയുടെയും 80 ലക്ഷത്തിന്റെയും കടഭാരത്താൽ തകർന്നുപോയ ആ കുടുംബങ്ങളെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ. ജപ്തി ഭീഷണികൾ നീക്കിക്കൊടുക്കണമേ. കോടതി കേസുകളിൽ നീതിയുള്ള വിധി അവർക്ക് ലഭിക്കട്ടെ. കർത്താവേ, രോഗത്തിന്റെ കഠിനമായ വേദനകളിൽ കഴിയുന്നവരെ നീ ഒന്ന് സ്പർശിക്കണമേ. വിട്ടുമാറാത്ത തലകറക്കമനുഭവിക്കുന്ന അമ്മമാർക്കും കുഞ്ഞിന്റെ കണ്ണിന്റെ അസുഖത്തിനും ഭർത്താവിന്റെ കാലിലെ മുറിവിനും നീ സൗഖ്യദായകനാകണമേ. വെള്ളപ്പാണ്ട് ബാധിച്ച മകനെ നീ സുഖപ്പെടുത്തണമേ. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളും ദമ്പതികൾക്കിടയിലെ കലഹങ്ങളും മാറ്റി കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും പരീക്ഷകൾക്കൊരുങ്ങുന്ന മക്കൾക്കും നീ വഴികാട്ടിയാകണമേ. തെലുങ്കാനയിൽ അപകടത്തിൽ കൈകൾ നഷ്ടപ്പെട്ട ആ സഹോദരന് ആവശ്യമായ സഹായം നീ എത്തിക്കണമേ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ. ആമേൻ. നമുക്ക് തുടരാം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കട്ടെ. വീടുപണി പാതി വഴിയിൽ തടസ്സപ്പെട്ടവർ, വസ്തു വിൽക്കാൻ കഴിയാത്തവർ, ദൈവം നിങ്ങൾക്കായി പുതിയൊരു വ്യക്തിയെ അല്ലെങ്കിൽ പുതിയൊരു വഴി ഈ ദിവസങ്ങളിൽ ഒരുക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ ദൈവം തുറന്നു നൽകും. ബിസിനസ് മേഖലയിൽ പുതിയ ബന്ധങ്ങളും പുതിയ വഴികളും ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പിണങ്ങിപ്പോയ ഭർത്താവ് സ്നേഹത്തോടെ മടങ്ങിവരാനും കുടുംബത്തിൽ സന്തോഷം നിറയാനും ദൈവം കൃപ നൽകട്ടെ. 10ാം ക്ലാസ്സിലെ പരീക്ഷയെ ഓർത്ത് ഭയപ്പെടുന്ന മക്കൾക്ക് ദൈവം ജ്ഞാനവും ഓർമ്മശക്തിയും നൽകും. നമ്മൾ ഈ യാത്രയിൽ പരസ്പരം താങ്ങാവണം. നിങ്ങളുടെ സങ്കടങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറുമ്പോൾ ലോകത്തിന് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവം നമുക്കായി സാധ്യമാക്കിത്തരും. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്കും വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ സമയത്തെല്ലാം ഭംഗിയായി നടക്കും. ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ബലം അനുഭവപ്പെടട്ടെ. തകർന്നുപോയത് പണിയുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തെയും പണിയാൻ പോകുകയാണ്. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് 9ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വചനം ആവശ്യമുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കുചേരുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം.